പായം ഗ്രാമപഞ്ചായത്തിലെ ജബ്ബാർഗഡുള്ള പാർക്കിനെ ഹരിത എക്കോ പാർക്കാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുകയാണ്. ഡിസംബർ 31 അതിൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ വാർഡിലെ തന്നെ മെമ്പറും കൂടിയായ അഡ്വക്കേറ്റ് വിനോദ് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജബ്ബാർ കടവ്. അപ്പോൾ നമ്മുടെ ഈ പാർക്കുകളുടെ ഒരു പറുദീസയായി മാറിയിരിക്കുകയാണ് പായം ഗ്രാമപഞ്ചായത്ത്. ഈ ഒരു നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. പായം ഗ്രാമപഞ്ചായത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്ത സംസ്ഥാനം എന്നുള്ള നിലയിൽ ഹരിത കേരള മിഷനും അതുപോലെ ശുചിത്വ കേരള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പായം പഞ്ചായത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള പുഴയോരങ്ങൾ, അതോടൊപ്പം തന്നെ ഹൈവേയുടെ ഓരങ്ങളെല്ലാം തന്നെ പാർക്കുകളായി, മാലിന്യം കൂമ്പാരമായിരുന്ന സ്ഥലങ്ങളെല്ലാം മാറ്റി പാർക്കുകളായി മാറ്റിയിരിക്കുക. ഏകദേശം 11ഓളം പാർക്കുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 31 ജബ്ബാർഗഡിലെ ഈ പാർക്ക് ഇവിടെ ഞങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകുകയാണ്. നാളെ ഡിസംബർ 31 1-ാം വാർഷികവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളും ജനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഈ പാർക്കിൽ നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിനുള്ള ഒരു പ്രയാസം ഈ പുഴയുടെ ഓരത്താണ്. അതോടൊപ്പം തന്നെ പഴശ്ശി റിസർവോയറിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഒരു വശം. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ഫെൻസിങ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കൊണ്ട് ആ പണി പൂർത്തിയാവും. അതോടൊപ്പം തന്നെ നല്ല കുട്ടികൾക്കും പ്രായമുള്ള ആളുകൾക്കെല്ലാം വന്നിരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി, അപകട സാധ്യതയില്ലാതെ വരാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുകയാണ്. മറ്റൊരു പ്രത്യേകത 56ഓളം വരുന്ന വ്യത്യസ്ത ഇനങ്ങളുടെ മുള ഇനങ്ങൾ ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വള്ളിത്തോടെ മലബാർ നഴ്സറി അവർ തന്നിട്ടുള്ള നഴ്സറിയിലുള്ള പ്രധാനപ്പെട്ട ഫലവൃക്ഷങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല നിലയിൽ ഇവിടെ വളരുകയാണ്. ആളുകളെല്ലാം നല്ല നിലയിൽ വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് ഒരു വർഷം കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 31 ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഗംഭീര ആഘോഷ പരിപാടികളൊക്കെ നാളെയുണ്ട്. അപ്പോൾ നാളത്തെ ആഘോഷ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഞങ്ങൾ ആദ്യം തന്നെ 3 മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത്. 3 മണിക്ക് നമ്മുടെ അടിസ്ഥാന മേഖലയിലെ തൊഴിലാളി വിഭാഗമായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാമേള 3 മണിക്ക് ആരംഭിക്കുക. അതിൽ തന്നെ 100 ദിവസം അവർ പണിയെടുത്ത് പൂർത്തിയായവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവരെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. രണ്ടാമതായി പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. വൈകുന്നേരം IHRD കോളേജിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങളുണ്ട്. അതിനുശേഷം ഇശൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ഗാനമേളയുണ്ട്. അത് 2 മണിക്കൂറോളം ഉണ്ട് നിൽക്കുന്നതാണ്. അതിനുശേഷം ഉള്ള DJ നൈറ്റ് എന്ന് പറയുന്ന കുട്ടികളെയും യുവാക്കളുടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടി നമ്മുടെ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ, കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ പ്രീമിയം കഫേയാണ് കുന്നോത്ത് ആരംഭിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടക്കുക. ഈ ചിക്കൻ്റെ ആണ് വെറൈറ്റി, വിവിധ തരത്തിലുള്ള വെറൈറ്റി. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് അട്ടപ്പാടി വനസുന്ദരി എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങൾ. അപ്പോൾ അവിടെ ഭക്ഷണം റെഡിയായി നിൽക്കുന്നു. നാളെ വൈകുന്നേരത്തോടു കൂടി റെഡിയാവും. എല്ലാ ആളുകളും, ഈ പ്രദേശത്തെ ആളുകളെല്ലാം വൈകുന്നേരം ഈ പരിപാടിയിൽ വരണം, ഈ പാർക്കിൽ ഒന്ന് വരണം.
ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്ത കേരളം എന്ന പരിപാടിയുടെ ഭാഗമായി പായം പഞ്ചായത്തിൻ്റെ സമഗ്രമായിട്ടുള്ളൊരു സംഭാവനയാണ്. എല്ലാവരും വരണം. വർഷത്തെ നമുക്ക് ഇവിടുന്ന് വരവേൽക്കാം. ഭക്ഷണവും ഇവിടുന്ന് കഴിക്കണം. കുടുംബസമേതം വരണമെന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയാണ്. അങ്ങനെ ഈ ഡിസംബർ 31 ജബ്ബാർ കടവ്, പായം ഗ്രാമപഞ്ചായത്തിലെ ജബ്ബാർ കടവിനെ ഹരിത എക്കോ പാർക്കാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നാം വാർഷിക ആഘോഷം, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ തൊഴിലുറപ്പ്, അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഹരിത പാർക്കിൻ്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഡിസംബർ 31 വൈകുന്നേരം മുതൽ ഈ എക്കോ പാർക്കിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽ ഓഫറുകൾ. എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഉയരുന്ന സ്വർണ്ണവിലയിൽ ഇനി ആശങ്ക വേണ്ട. അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം. താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ. ഈ ഓഫർ 2025 ജനുവരി 30 വരെ മാത്രം. ഈ ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ. താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ്, സിറ്റി സെന്റർ,